7 വയസ്സുകാരുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൂട്ട നടപടിയുണ്ടാകും. ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആലപ്പുഴ ഡിഎംഒ ജമുന വർഗീസ് റിപ്പോർട്ട് നൽകി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഒഴികെ മുഴുവൻ ജീവനക്കാരും നടപടി നേരിടുമെന്നാണ് സൂചനകൾ. വീഴ്ച വരുത്തിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ ഡിഎംഒ ഉത്തരവിറക്കി. കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഏതായാലും വലിയ വാർത്തയാണ്. അതിൽ വലിയ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കെതിരെയും, അതായത് അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാർ, ഡോക്ടർമാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടും ഇതിനകം തന്നെ കോടതിയിലേക്ക് ഡിഎംഒ നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ശരണ്യ സ്നേഹമുണ്ട്. ശരണ്യ, വളരെ ഗൗരവതരമായ ഒരു വിഷയമായിരുന്നു, ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വിഷയമായിരുന്നു, ഒരു കുടുംബത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളായിരുന്നു. ഈ റിപ്പോർട്ട് വന്നതിനൊപ്പം ചില ആശ്വാസകരമായ കാര്യങ്ങൾ കൂടി ആ കുടുംബത്തിനും സംഭവിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, വളരെ ഗൗരവമുള്ള വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അതായത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന്റെ തുടയിൽ അവിടെ ആശുപത്രി ജീവനക്കാർ തന്നെ ഒരു രോഗിക്ക് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി അത് കുട്ടിയുടെ കാലിൽ തുളഞ്ഞു കയറുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ അടിയന്തരമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മാത്രമല്ല, ഈ കുഞ്ഞിനെ പിന്നീട് തുടർച്ചയായി HIV ടെസ്റ്റുകൾ, HIV TB ടെസ്റ്റുകൾ അടക്കം വിധേയമാകണം എന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 14 വർഷക്കാലം കുട്ടിക്ക് HIV ടെസ്റ്റുകൾ, TB ടെസ്റ്റുകൾ ഓരോ 3 മാസം കൂടുമ്പോഴും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത്തരം അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു കുഞ്ഞിന്റെ ജീവിതം തള്ളിവിട്ടു എന്നുള്ളതായിരുന്നു ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. ഇതിനകത്താണ് ഇപ്പോൾ വലിയ ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ആലപ്പുഴ ഡിഎംഒ ഇപ്പോൾ കൃത്യമായ നടപടിയിലേക്ക്, ജമുന വർഗീസ് കൃത്യമായ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് ജൂലൈ 19 ഈ സംഭവം നടക്കുന്നത്. ജൂലൈ 19 കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ജീവനക്കാരായി ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇക്കാര്യം ഡിഎംഒ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സുമാർ, ഒപ്പം തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ഒപ്പം ക്ലീനിംഗ് സ്റ്റാഫ്, ഇത്രയും ആളുകൾക്കാണ്, ഏകദേശം 12ഓളം ജീവനക്കാർക്ക് നടപടിയിലേക്ക് പോകും എന്നുള്ള വിവരമാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആലപ്പുഴ ഡിഎംഒ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കാഷ്വാലിറ്റിയുടെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ചുമതലയുള്ള 2 ഹെഡ് നഴ്സുമാർ, ഈ ചുമതലയുള്ള നഴ്സുമാർക്കും ഇതിനകത്ത് നിന്ന് മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പറഞ്ഞ വീഴ്ചയ്ക്ക്, ഈ മറ്റ് കാഷ്വാലിറ്റിയിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പുറമെയാണ് ഈ 2 ചുമതലയുള്ള ഹെഡ് നഴ്സുമാർക്ക് കൂടി നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്നത്. ഡിഎംഒയുടെ റിപ്പോർട്ട് പ്രകാരം, ജമുന വർഗീസിന്റെ റിപ്പോർട്ട് പ്രകാരം അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കേണ്ടത് DHS ആണ്. അതുകൊണ്ട് തന്നെ DHSന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 2 ഹെഡ് നഴ്സുമാർക്ക് വേണ്ടിയുള്ള അവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളുമായി ആരോഗ്യവകുപ്പ് നീങ്ങുന്നത്. അവർക്ക് വേണ്ടി ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DHSനുള്ള റിപ്പോർട്ട് ആലപ്പുഴ ഡിഎംഒയുടെ ഭാഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്, ആ കുടുംബത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് 6 മാസം കൂടി ആ കുട്ടി ടെസ്റ്റിന് വിധേയമായാൽ മതി എന്നുള്ളതാണ്. ബ്ലഡ് സ്റ്റെയിൻസ്, അതായത് ആ സിറിഞ്ചിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻസ് അത് ഉണങ്ങിയ രക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സമയപരിധി കഴിഞ്ഞതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി കുട്ടി 3 മാസം കഴിയുമ്പോൾ ഒരു ടെസ്റ്റിന് കൂടി HIV TB ടെസ്റ്റുകൾക്ക് വിധേയനാകണം. അതിനുശേഷം 6 മാസം കഴിഞ്ഞും കുട്ടി ഈ ടെസ്റ്റിന് വിധേയനായി അത് നെഗറ്റീവ് ആണെങ്കിൽ കുട്ടിയെ സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ള, കുട്ടി സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് ഡിഎംഒ ജമുന വർഗീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കുഞ്ഞിനെ ആദ്യ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു. ഇപ്പോൾ തന്നെ സുരക്ഷിതമായ സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു റിസ്ക് അതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 6 മാസം ഈ തുടർച്ചയായി, അതായത് അടുത്ത 3 മാസവും അത് കഴിഞ്ഞുള്ള 3-ാം മാസവും ഒരു ടെസ്റ്റ് കൂടെ നടത്തിയാൽ കുഞ്ഞ് നെഗറ്റീവ് ആണെങ്കിൽ അവൻ സുരക്ഷിതനാകുമെന്നുള്ള ആശ്വാസകരമായ, ഈ പരിശോധനകൾക്ക് ശേഷം ആശ്വാസകരമായ ഒരു വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ വിശ്വസിച്ചെത്തുന്ന രോഗികൾക്ക്, പനിബാധിതനായി ചികിത്സയിലെത്തിയ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്കാണ്
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതിനെ വളരെ ഗൗരവത്തോടു കൂടി ആരോഗ്യ വകുപ്പ് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർശന നടപടിയിലേക്ക് നീങ്ങുന്നു. ഗുരുതര വീഴ്ച എന്ന് തന്നെയാണ് DMO നമ്മളോട് അതിനോട് ആ റിപ്പോർട്ടിൽ DMO കുറിച്ചിട്ടുള്ളത്. ഗുരുതര വീഴ്ച കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അലംഭാവത്തിൽ കൃത്യമായ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ കളക്ട് ചെയ്തിരുന്നു. ജൂലൈ 19 എത്തിയ എല്ലാ രോഗികളുടെയും വിവരങ്ങൾ അവർ ശേഖരിക്കുകയും എന്ത് ചികിത്സയാണ് നൽകിയിട്ടുള്ളത്, ഇഞ്ചക്ഷൻ അടക്കമുള്ള ചികിത്സകൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് രോഗത്തിനാണ് എന്നടക്കം കൃത്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ DMO ഓഫീസ് കേന്ദ്രീകരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ആ പരിശോധനകളുടെയും ഒക്കെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കുട്ടിക്കും കൂടി കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുന്നത്. എങ്കിൽ പോലും ഒരു ആശുപത്രിക്ക് കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. സിറിഞ്ചുകൾ ഉപയോഗിച്ചാൽ നീഡിലുകൾ ഉപയോഗിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും അവിടെ ആ ബെഡ്ഷീറ്റ്, അതായത് കാഷ്വാലിറ്റിയിലെ ബെഡിലേക്ക് ഇരുന്ന കുഞ്ഞിനാണ് ഷീറ്റിനടിയിൽ നിന്നും ഉപയോഗിച്ച ശേഷം ഊരി അലക്ഷ്യമായി ഉപേക്ഷിച്ച ആ സിറിഞ്ച് കുത്തിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി ആ പ്രൊസീജിയറിലടക്കം അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ട നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്നത്. രഞ്ജിത്ത്, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അതീവ ഗുരുതരമായ ഒരു വീഴ്ചയിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഴുവൻ ജീവനക്കാരെയും, അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്ത ഡോക്ടർമാരെ അടക്കം മുഴുവൻ ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടാക്കുമെന്ന് DMO വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്ക് ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.